PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ പരീക്ഷയിലെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? 1. ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ഖേദ സത്യാഗ്രഹം, മഹാരാഷ്ട്ര. ഇത് തെറ്റാണ്. ഖേദ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ. 3. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗുജറാത്തിലാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അഹമ്മദാബാദ് മിൽ സമരം എവിടെയാണ് നടന്നത്? ഗുജറാത്തിലാണ്. നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? 1. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ. 2. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. ഇത് ശരിയായ പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മ എന്നാണ് തൃപ്പടിദാനം ചെയ്തത്? 1750. 3. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇതും ശരിയായ പ്രസ്താവനയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. മൂന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ്. അപ്പോൾ കണ്ണീരും കിനാവും ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് കണ്ണീരും കിനാവും. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മലബാർ മാനുവൽ ആരാണ് രചിച്ചത്? വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. നാലാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? 1. കേസരി ബാലഗംഗാധര തിലകൻ. കേസരി പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകൻ്റേതാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. യങ് ഇന്ത്യ ആനി ബസന്റ്. ഇത് തെറ്റാണ്. യങ് ഇന്ത്യ ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ. ആനി ബസന്റിൻ്റെ പത്രങ്ങൾ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവീൽ. 3. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി. ഇതും ശരിയാണ്. ദാദാബായി നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? 1. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്നത് ആരുടെ വാക്കുകളാണ്? ലൂയി 15 വാക്കുകളാണ്. 2. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. ഇതും ശരിയാണ്. 3. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? വോൾട്ടയർ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോ.
അപ്പോൾ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 3 മാത്രം. ആറാമത്തെ ചോദ്യം. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ചൈന. ഏഴാമത്തെ ചോദ്യം. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് ആണ് ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു. എട്ടാമത്തെ ചോദ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ സെപ്റ്റംബർ മാസത്തിൽ. ഒമ്പതാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. പത്താമത്തെ ചോദ്യം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഹൈവേ ആണ്. ഹൈവേ. സുവർണ ചതുഷ്കോണം എന്താണ്? ഒരു ഹൈവേ ആണ്. 11ാമത്തെ ചോദ്യം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ്. 12ാമത്തെ ചോദ്യം. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV. ഉത്തരം ഓപ്ഷൻ എ PSLV. 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? 1. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. എന്നാണ് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത്? 1950. ഇത് ശരിയാണ്. 2. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. ഇത് തെറ്റാണ്. 4. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. 14ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. ഇത് ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന് പ്രധാന പങ്ക് വഹിച്ചത്. 3. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഇതും ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അഥവാ ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു. 4. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഇതും ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. 15ാമത്തെ ചോദ്യം. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ഇത് ശരിയാണ്. 2023 G20 ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? വേദിയായത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ്. 2. ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. ഇതും ശരിയാണ്. 3. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. ഇതും ശരിയാണ്. 4. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ഇതും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
ശരി ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 16-ാമത്തെ ചോദ്യം. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. 17-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ കാനേഷുമാരി തുടങ്ങിയ വർഷം എന്നാണ്? ഇന്ത്യയിൽ കാനേഷുമാരി അഥവാ സെൻസസ് തുടങ്ങിയ വർഷം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1881. 1881 ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് തുടങ്ങിയത്. 18-ാമത്തെ ചോദ്യം. ചരക്ക് സേവന നികുതി അഥവാ GST എന്നാൽ ഒരു പരോക്ഷ നികുതി സമ്പ്രദായമാണ്. ഒരു പരോക്ഷ നികുതിയാണ് GST. ഉത്തരം ഓപ്ഷൻ ഡി. 19-ാമത്തെ ചോദ്യം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, റോവിംഗ്, ചെസ്, ഗോൾഫ്. റോവിംഗ്, ചെസ്, ഗോൾഫ്. 20-ാമത്തെ ചോദ്യം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 21-ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. 22-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് ശരിയാണ്. 2. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇത് തെറ്റാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ പറ്റുന്നതല്ല. 3. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ശരിയാണ്. 4. നയരൂപീകരണത്തിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1, 3, 4 മാത്രം. 1, 3, 4 മാത്രം. 23-ാമത്തെ ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. 2. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. ഇതും ശരിയാണ്. 3. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാൻ സാധിക്കും. ഇതും ശരിയാണ്. 4. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഇതും ശരിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന്
ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. 25-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 1. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് ശരിയാണ്. 2. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 3. സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതും ശരിയാണ്. സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 4. രാജ്യസഭ ലോകസഭാ തെരഞ്ഞെടുപ്പ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. 26-ാമത്തെ ചോദ്യം. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ദേശീയ പതാക. 27-ാമത്തെ ചോദ്യം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം. 28-ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? 1. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഓരോ വകുപ്പിൻ്റെയും തലവൻ ആരാണ്? സെക്രട്ടറിയാണ്. ഇത് ശരിയാണ്. 2. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. ഇത് ശരിയാണ്. 3. തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 4. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. ഇതും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, പ്രസ്താവന 3 തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി, പ്രസ്താവന 3 തെറ്റാണ്. 29-ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? എ. ഷാജഹാൻ. ഉത്തരം ഓപ്ഷൻ എ, ഷാജഹാൻ. 30-ാമത്തെ ചോദ്യം. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2. ഉത്തരം ഓപ്ഷൻ ബി, ഫെബ്രുവരി 2. 31-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ശരിയാണ്.
2. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇതും ശരിയാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. 3. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഇതും ശരിയാണ്. 4. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇത് തെറ്റാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏതാണ്? 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ലയാണ് കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ. 33-ാമത്തെ ചോദ്യം. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയുടെ പേരാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. 34-ാമത്തെ ചോദ്യം. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. 35-ാമത്തെ ചോദ്യം. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ഉത്തരം ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളി. 36-ാമത്തെ ചോദ്യം. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് IUCNൻ്റെ ലക്ഷ്യം. ഇത് ശരിയാണ്. 2. ജപ്പാനാണ് IUCNൻ്റെ ആസ്ഥാനം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. IUCNൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. 3. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN എന്ന സംഘടനയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 3, 4 ശരി. ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. 37-ാമത്തെ ചോദ്യം. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് എയ്ഡ്സ്. ഉത്തരം ഓപ്ഷൻ സി എയ്ഡ്സ്. 38-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. 39-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെയുണ്ടാകുന്ന രോഗങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെയുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? 1. സിക്കിൾ സെൽ അനീമിയ. 2. ഹീമോഫീലിയ. ഇവ ജനിതക രോഗങ്ങളാണ്. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗം എന്നും അറിയപ്പെടുന്നുണ്ട്. ഹീമോഫീലിയ രാജകീയ രോഗം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ 1, 2 ശരിയാണ്. 1, 2 എന്നിവ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. 40-ാമത്തെ ചോദ്യം. ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്. 41-ാമത്തെ ചോദ്യം. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചൈന.
ചൈനയാണ് വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.